ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇതൊരു മലപ്പുറം സ്പെഷ്യൽ ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ് ഈ ബിരിയാണിക്ക്. അതിനായിട്ട് ഞാനൊരു 3 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി റൈസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി വാഷ് ചെയ്ത് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 2 ഇടത്തരം വലുപ്പത്തിലുള്ള സവാള നല്ല കനം കുറച്ചരിഞ്ഞ് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നതിൻ്റെ തൊട്ട് മുന്നേ വാങ്ങി വെക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം അത് ഇരുന്നുകൊണ്ട് വീണ്ടും അത് മുരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ആ ഒരു സമയം എത്തുന്നതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ ആവുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് മാറ്റി വയ്ക്കാം. കൂട്ടത്തിൽ കുറച്ച് റൈസൻസും കാഷ്യൂ നട്ട്സും കൂടി ഞാൻ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് റൈസൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ എണ്ണ തന്നെ മതി നമുക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണി മസാല ഉണ്ടാക്കാൻ. ഞാനൊരു 1 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 6 സവാള, 2 വലിയ തക്കാളി, 9 വെളുത്തുള്ളി, മീഡിയം സൈസ് ഇഞ്ചി, നല്ല എരിവുള്ള ഒരു 9 പച്ചമുളകും കൂടി ഞാനതിലെടുക്കുന്നുണ്ട്. സവാള കനം കുറച്ച് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമ്മൾ സെപ്പറേറ്റ് ക്രഷ് ചെയ്ത് അത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഈ സവാള നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സവാള ഇട്ട് നന്നായിട്ട് സവാള നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ട് നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഈ ഒരു മസാലേൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വഴറ്റുന്ന ഈ ഒരു സ്റ്റേജാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ നമ്മൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുന്നു. ആദ്യം ആഡ് ചെയ്യുന്നത് ഗാർലിക് ക്രഷ് ചെയ്തതാണ്. അത് നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ടായതിന് ശേഷം നമ്മൾ ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ എല്ലാതും ഒരുമിച്ചല്ല ഇട്ടിരിക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് ക്രഷ് ചെയ്ത് ഒന്ന് സോട്ടായതിന് ശേഷമാണ് ഓരോന്നായിട്ട് ഇടുന്നത്. ഇഞ്ചി നന്നായിട്ട് ഒന്ന് സോട്ടായതിന് ശേഷം പച്ചമുളകിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് കുറച്ച് മല്ലിയില, പുതിനയിലയും കൂടി അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ബിരിയാണി മസാല നമ്മളിതിൽ വീട്ടിൽ പൊടിച്ച ബിരിയാണി മസാലയാണ് യൂസ് ചെയ്യണത്. എപ്പോഴും വീട്ടിൽ പൊടിച്ച ബിരിയാണി മസാലയ്ക്കാണ് നമുക്ക് കൂടുതൽ ഫ്ലേവർ ബിരിയാണിക്ക് തരാൻ സഹായിക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിനെ സോട്ട് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് 2 തക്കാളി കനം കുറച്ച് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് എടുക്കുന്നു. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ചെറു തീയിൽ നമ്മളിതിനെ അടച്ച് വെച്ച് നമ്മളിതിനെ വേവിച്ചെടുക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് മാഷായി വന്നിട്ടുണ്ട്. ഇതിലോട്ടാണ് നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്യുന്നത്. 1 kg ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. എപ്പോഴും ബിരിയാണിക്ക് എനിക്ക് കൂടുതൽ ഫ്ലേവർ തരാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചിക്കൻ പീസസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ്. എല്ലാ പീസിലും ഒരുപോലെ മസാല എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യം നമുക്കിതിൽ വരുന്നില്ല. ചിക്കനിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇതൊരു 80% വേവേ നമുക്കിതിന് ആവശ്യമുള്ളൂ. കാരണം ബാക്കി വേവ് ഇത് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വരും. ഒരു 80% വേവ് ആവുന്ന സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂണും കൂടി ബിരിയാണി മസാല, 2 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടി ചേർത്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെക്കണം. നമ്മുടെ ബിരിയാണി മസാല ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചാൽ മതി. കറക്റ്റ് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സോക്ക് ചെയ്ത റൈസ് ഞാൻ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഈക്വൽ റേഷ്യോയിൽ ഗീയും കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് റൈസ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനൊരു 2 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ 2 കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് അത് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച് റൈസ് ആഡ് ചെയ്ത് വയ്ക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം.
ഒരു ചെറുതായിട്ട് റൈസ് ഒന്ന് വാം ആവുമ്പോഴാണ് നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടറാണ് ഞാനിതിലോട്ട് ഒഴിക്കുന്നത്. യൂഷ്വലി എല്ലാവരും 1 കപ്പിന് 2 കപ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഓരോ റൈസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ അരി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഈ ഒരു റൈസിന് ഒരു 1.25 കപ്പ് അളവിലാണ് ഒഴിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ വിനേഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് മതി. ലെമൺ ജ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിനേഗർ എടുത്തത്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുന്നത് തികച്ചും ഓപ്ഷണലാണ്. വേറെ ഫുഡ് കളറൊന്നും ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ടേമറിക് പൗഡർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് റൈസ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് റൈസ് ഒരു 80% വേവ് ആയിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള വെള്ളം കൂടിയും ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 90 to 95% റൈസ് കുക്കായിക്കോളും. ആ വേവേ നമുക്ക് ആവശ്യമുള്ളൂ. നിങ്ങളുടെ റൈസിന് വേവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ ഒരു ടൈമിൽ കുറച്ച് കൂടുതൽ തിളച്ച വെള്ളം മെഷർമെൻറ്റ് കപ്പിൽ അളന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് ഈ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഒരു 95% കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. റൈസ് നോക്കൂ, സ്റ്റിക്കൊന്നും അല്ല, ഇത് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. സ്റ്റീമൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. ഇത് ഓക്കെയാണ്. ഇപ്പോൾ കറക്റ്റ് ഒരു 95%ലാണ് വേവ് നിൽക്കുന്നത്. ഒരു ബാക്കി 5% വേവ് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് കുക്കായിക്കോളും. ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയുടെ മുകളിൽ ഞാനൊരു ബനാന ലീഫ് വെക്കുന്നുണ്ട്. എപ്പോഴും ദം ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ബനാന ലീഫ് ഞാൻ വെക്കാറുണ്ട്, ഇങ്ങനെ കീറിയിട്ട് വെക്കാറുണ്ട്. അത് നമ്മുടെ റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഈ മസാലയായിട്ട് മിക്സായി പോവാതിരിക്കാനും പിന്നെ ആ ഒരു ബനാന ലീഫിൻ്റെ ഫ്ലേവറും കൂടി ആ റൈസിലോട്ട് കയറാൻ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ്, അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂ റൈസിൻസ് പിന്നെ അതേപോലെ കുറച്ച് മല്ലിയില പുതിനയില നമ്മളിടും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ അടുത്ത ലെയർ ഓഫ് റൈസ് ഇടുന്നത്. ഈ ഒരു ദം പ്രോസസ്സാണ് ശരിക്കും ഈ റൈസിലോട്ട് ആ ഒരു ബിരിയാണി ഫ്ലേവർ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആണ്. ചെറു തീയിലാണ് നമ്മളിത് ദം ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത റൈസും ഇട്ടു, അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഫ്രൈഡ് ഓണിയൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് റൈസ് നമ്മൾ സെറ്റാക്കിയതിന് ശേഷം നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈർപ്പൊന്നും അടിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് സെറ്റായി. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാം. നമ്മൾ ഒരു അടപ്പെടുത്ത് അടച്ചതിന് ശേഷം നമുക്കിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ പാൻ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ദം ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നൊരു പാനാണ്. നന്നായിട്ടത് ഹീറ്റ് ആയതിനു ശേഷം നമ്മുടെ ബിരിയാണി ചെമ്പ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാം. നമ്മൾ എത്ര നേരം നമ്മൾ ദം ചെയ്യാൻ വേണ്ടി വെച്ചാലും ഇത് ചോട്ട് പിടിക്കുന്നൊരു പേടി നമുക്ക് വേണ്ട, ഇങ്ങനത്തെ ഒരു പാൻ ഉള്ളതുകൊണ്ട്. അപ്പം ഞാനിവിടെ വെക്കുന്നത് ഒരു 45 മിനിറ്റ്സ് ചെറു തീയിലാണ്. എന്നിട്ട് നമുക്ക് സിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റൈസിൽ നിന്ന് ഒരു ഫ്ലേവർ വരുന്നുണ്ട്, ഒരു ബിരിയാണീൻ്റെ സ്മെല്ല് ഫുള്ളായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മുടെ റൈസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും സ്റ്റിക്കി അല്ല, കറക്റ്റ് വേവിലാണ് നിൽക്കുന്നത്. നല്ല സോഫ്റ്റാണ് റൈസ്, നല്ല ഫ്ലേവറും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയത്തെ ലെയർന്ന് മേലോട്ട് വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബനാന ലീഫ് നമുക്ക് റിമൂവ് ചെയ്യണം. നമ്മുടെ മസാല നമ്മൾ നോക്കുകയാണെങ്കിൽ മസാലയിൽ ചിക്കനും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല, എല്ലാം ഒരു കറക്റ്റ് വേവിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബനാന ലീഫ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റൈസ് ഫുള്ള് നമുക്ക് ഒരു സെപ്പറേറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ബനാന ലീഫ് റിമൂവ് ചെയ്യണം. അതിൻ്റെ കളറൊക്കെ പറ്റ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മസാല അടിയിൽ മുകളിൽ ചോറായിട്ട് നമ്മൾ വെച്ചിട്ട് സെർവ് ചെയ്താൽ മതി. ഈ ബിരിയാണിയിൽ ഒട്ടും എണ്ണയൊന്നും അങ്ങനെ ഒരുപാടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കഴിച്ചാലും ഈ ബിരിയാണി മടുക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.